നമ്മുടെ വെളിച്ചപ്പാട് എടുത്ത പൊടി ചേട്ടോയ് ചേട്ടോ ഏതാ വള്ളം വള്ളമില്ല, മൊത്തം നമ്മുടെ വള്ളമാണ്. ആ കാവാലൻ ചുണ്ടൻ എന്തേ? അവിടുത്തെ കാവാലൻ ചുണ്ടൻ എന്തേ? വേണം കുഴൽ വേണം 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 കോടി തോരണങ്ങൾ വേണം വിജയശ്രീലാളിതനെ വരുന്നു ഞങ്ങളെ പമ്പയിലെ പൊന്നോളങ്ങൾ മാടി മാടി വിളിക്കുന്നു എന്നൽ വന്നു വഞ്ചാമരം വീശിയാരുന്നു അപ്പൊ തനത് വായ്പൊഴിക്കൂട്ടം ഇതേതാ ഈ തനത് വായ്മൊഴിക്കോട്ട് എവിടെ നിന്ന് വരാ? കാവാലം. നിങ്ങളുടെ ചുണ്ടൻ എന്തേ? കാവാലൻ ചുണ്ടൻ ഉണ്ടായിരുന്നല്ലോ. ശരി, അപ്പൊ അടുത്ത നെഹ്റു ട്രോഫിക്ക് കാവാലൻ ചുണ്ടനെ കാണാം അല്ലേ? ശരി. ചുണ്ടനാണ്. കാവാലത്തിന് ഒരുപാട് പറയാനുണ്ട്. കാവാലം പക്ഷേ കുറച്ചു ക്ഷീണത്തിലാണ്. കാവാലം വരുമെന്നാണ് പറയുന്നത്. എന്തായാലും ഇത് തന്നെയാണ്. ഇതുപോലെ നാടൻപാട്ടും വഞ്ചിപ്പാട്ടും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇവിടെ പുന്നമടയുടെ ആവേശത്തിന്റെ പരകോടിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. എന്താ ഇവിടെ അല്പസമയത്തിനും ട്രാക്ക് എൻട്രികൾ ഉണ്ടാകും. ഇപ്പോൾ ഈ ട്രാക്ക് നോക്കിയാൽ അല്ല ഈ കേട്ടോ ട്രാക്ക് നോക്കിയാൽ ഹീറ്റ്സ് ഒന്നിൽ പായ്പാടനാണ് ആദ്യം, രണ്ടാമത് ആലപ്പാടൻ, ആയാവർമ്പ് വാണ്ടി, ആനാരി. ഒന്നാമത്തെ ഹീറ്റ്സ്, രണ്ടാമത്തെ ഹീറ്റ്സ്, മൂന്നാമത്തെ ഹീറ്റ്സ് ചെറുതന, തലവടി ചുണ്ടൻ, സെന്റ് പയസ്, പായ്പാടൻ. ഈ 3 ഹീറ്റ്സുകളിൽ നമുക്ക് വേണമെങ്കിൽ ആരാണ് പ്രെഡിക്റ്റ് ചെയ്യാം. 4ാമത്തെ ഹീറ്റ്സ് എന്ന് പറയുന്ന ഒരു മരണ ഹീറ്റ്സ് ആണ്. അതിൽ മത്സരിക്കുന്നത് ആരൊക്കെയാണ്? നിരണം ചുണ്ടൻ, വിയ്യപുരം, നടുഭാഗം, കരുവാറ്റ. 4ാമത്തെ ഹീറ്റ്സ് പറയുന്നത് ഒരു ഫൈനൽ സമാനമായ ഹീറ്റ്സ് ആണ്. അതിൽ നിരണം ചുണ്ടൻ, വിയ്യപുരം, നടുഭാഗം, കരുവാറ്റ. പിന്നെ ഏറ്റവും അവസാന ഹീറ്റ്സ് വലിയ ദീപാഞ്ചി മത്സരിക്കുന്നു, മേൽപ്പാടം, കാരിച്ചാൽ. അതിലും ഒരുപക്ഷെ മേൽപ്പാടനും കാരിച്ചാലും തമ്മിലൊരു പോരാട്ടമുണ്ടെന്ന് അത്ഭുതപ്പെടാനില്ല. അപ്പോൾ ഏതായാലും ട്രാക്കും ഹീറ്റ്സും സെറ്റായിരിക്കുന്നു. അല്പസമയത്തിനകം ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരവും തുടങ്ങാൻ പോവുകയാണ്. എന്ന് പറഞ്ഞാൽ ഹീറ്റ്സ് തുടങ്ങാൻ പോവുകയാണ്. ഹീറ്റ്സ് തുടങ്ങുമ്പോഴേക്കും ആവേശം അതിന് അങ്ങേരുന്ന നമ്മുടെ അപ്പുറത്തെ വള്ളത്തിൽ പിന്നെയും കുറച്ചുകൂടി കലാരൂപങ്ങളൊക്കെ എത്തുന്നുണ്ട്. അപ്പോൾ അവിടെ അതൊരു നാടൻപാട്ട് സംഘമാണ്. അപ്പോൾ അതിൽ അവർ അങ്ങനെ പലതരം കലാരൂപങ്ങളൊക്കെ വന്നവർ ആഘോഷമാക്കുകയാണ്. അവർ മാത്രമല്ല എല്ലാവരും ആഘോഷമാക്കുന്നു. ഇവിടെ ആഘോഷമാണ്. യഥാർത്ഥത്തിൽ പുന്നമടയ്ക്ക് ഓണം ഇന്നാണ്. പുന്നമടയുടെ ഓണം ഇന്നാണ്. ഓണത്തിന് സമാപനമാണെന്നൊക്കെ പറയുമ്പോൾ പോലും വള്ളംകളിയാണ് പുന്നമടയുടെ, ആലപ്പുഴയുടെ ഓണം. അങ്ങോട്ട് നോക്കൂ, അവിടെ ഒരു ഇരുട്ടുകുത്തി ബി ഗ്രേഡ് വള്ളമാണ് പോകുന്നത്. ഇരുട്ടുകുത്തി ബി ഗ്രേഡിൽ അങ്ങനെ പല വള്ളങ്ങൾ ഇങ്ങനെ പോകുന്നുണ്ട്. നമുക്ക് ഇനി ആകാംക്ഷയോടെ നോക്കിയിരിക്കാനുള്ള വള്ളം അത് ചുണ്ടൻ വള്ളങ്ങൾ തന്നെയാണ്. ചുണ്ടൻ വള്ളം എപ്പോഴാണ് ട്രാക്ക് എൻട്രി വരുന്നത്, കൂടുതൽ വള്ളങ്ങളുടെ ട്രാക്ക് എൻട്രി എങ്ങനെയാണ്, മേപ്പാടം പോലുള്ള പുതിയ വള്ളങ്ങളുടെ ട്രാക്ക് എൻട്രി എപ്പോഴാണ് തുടങ്ങിയ കാര്യങ്ങൾ വരുന്നു. അത് VBC ആണ്. വരുന്ന ട്രാക്ക് എൻട്രി VBCയുടെ ട്രാക്ക് എൻട്രി. അത് VBC അല്ലേ? VBC നോക്കൂ, അത് VBC ആണെന്നാണ് തോന്നുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ട്രാക്ക് എൻട്രി എന്ന് പറയുന്നത് അവരുടെ ശക്തി പ്രകടനമാണ്, അവരുടെ ഒരു പ്രൈഡ്, അവരുടെ അഭിമാന പ്രകടനമാണ്. അപ്പോൾ അവരിങ്ങനെ ട്രാക്കിൽ എൻട്രി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഈ ട്രാക്ക് എൻട്രി കണ്ടാൽ എന്താണ് ഇവിടെ പൂരപ്രേമികൾക്ക് അല്ലെങ്കിൽ ഈ ജലപൂര പ്രേമികൾക്ക് ട്രാക്ക് എൻട്രി കാണുമ്പോൾ തന്നെ ഇവർ വിജയിക്കുമോ ഇല്ലയോ എന്ന് പറയാൻ കഴിയുമെന്നാണ് പറയുന്നത്. ആ കരുത്ത് മുഴുവൻ കാണിച്ചാണ്. എന്ന് പറഞ്ഞാൽ കയറി വരുന്ന വഴിയിൽ ഒരു പെടപെടച്ചാണ് വരവ്. എന്ന് പറഞ്ഞാൽ അവരുടെ പരമാവധി ശക്തി കാണിച്ചിട്ടാണ് വരവ്. പക്ഷേ അത് പെട്ടെന്ന് നിൽക്കും. ഒരു കുറച്ച് സമയം മാത്രമേ ട്രാക്ക് എൻട്രിയിൽ ശക്തി പ്രകടനം കാണിക്കുകയുള്ളൂ. അപ്പോൾ VBC തലവടി ഇത് പൊള്ളാത്ത PBC ആണോ VBC ആണോ എന്ന് കണ്ടുപിടിക്കുന്നില്ല. തലവടിയാ VBC തലവടി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ അല്ല UBC ആണോ? ഏതോ ഒരു വള്ളമാണ്, ഏതോ ഒരു ചുണ്ടൻ വള്ളമാണ്. ട്രാക്ക് എൻട്രി നടത്തി അവർ കരുത്ത് കാണിച്ചാണ്. ദൂരെ നോക്കിയാൽ അത് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല. ഓരോന്നിനും ഓരോ നിറമാണ്, ഓരോ ഭംഗിയാണ്. നേരത്തെ എല്ലാം കറുപ്പായിരുന്നു. കറുപ്പെന്ന് അതുകൊണ്ടാണ് ഇവിടെ ഓളപ്പരപ്പിലെ കരിനാഗങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ കരിയല്ല, ഇപ്പോൾ നല്ല കളറുണ്ട് വള്ളങ്ങൾക്കൊക്കെ. നല്ല യൂണിഫോം, ഏറ്റവും നല്ല കളർ കാരിച്ചാലാണെന്ന് തന്നെ പറയേണ്ടി വരും. അവിടുന്ന് മറ്റൊരു വള്ളം വരുന്നുണ്ട്. അത് ചുണ്ടനല്ല. അത് ചുണ്ടനാണോ? അല്ല.
എന്തായാലും വള്ളങ്ങൾ നിറയുകയാണ്. എന്തായാലും പുന്നമടയുടെ ഓളപ്പരപ്പിൽ വള്ളങ്ങൾ അങ്ങനെ നിറയുകയാണ്. വള്ളങ്ങൾ മാത്രമല്ല, ആവേശവും നിറയുകയാണ്. ഇനിയിപ്പോൾ പന്തയങ്ങൾ, ബെറ്റുവെപ്പുകളൊക്കെ അങ്ങോട്ട് മൂക്കാൻ പോകുന്ന മണിക്കൂറാണ്. ഈ അടുത്ത മണിക്കൂർ ആര് ജയിക്കും, ആര് ഭരിക്കും എന്ന ചോദ്യം ഉയരും. ഈ പറഞ്ഞ നെഹ്റു ട്രോഫി, 70ാമത് നെഹ്റു ട്രോഫി മുത്തമിടുന്നു. ആര് മുത്തമിടുന്നു? PBCക്ക് ചരിത്രം കുറിക്കാനുള്ള കരുത്തുണ്ടോ? PBC അട്ടിമറിക്കാൻ പോകുന്ന അങ്ങനെ ചുണ്ടൻ വള്ളങ്ങൾ അങ്ങനെ ട്രാക്ക് എൻട്രി നടത്തുന്നു. പള്ളാത്തുരുത്തിയും കുമരകവും അവരുടെ ട്രാക്ക് എൻട്രിയിൽ ആവേശ കാഴ്ചകളാണ്. അത് അവരുടെ സാമ്പിൾ വെടിക്കെട്ടെന്ന് പറയുന്നത് പോലെ അവരുടെ ഒരു സാമ്പിൾ തുഴ ആ ആരാധകർക്ക് മുന്നിൽ കാഴ്ചവെച്ചുകൊണ്ട് അവർ ട്രാക്കിലേക്ക് എത്തുകയാണ്. അല്പസമയം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ്സ് മത്സരങ്ങൾ തുടങ്ങും. ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരം അല്പസമയത്തിനകം തുടങ്ങും. അവിടേക്ക് എത്താം.